ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മോണ്ടിനെഗ്രോയിൽ ഏറ്റവും ഫേമസ് ആയ കേബിൾ കാറിൽ പോകാൻ വേണ്ടിയാണ്. കേബിൾ കാറിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആൽഫൈൻ കോസ്റ്റർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. നമ്മളങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ താഴെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും പേടിയും തോന്നില്ല. മുകളിലോട്ട് കയറി തുടങ്ങിയപ്പം ചെറിയ പേടിയൊക്കെ തോന്നി തുടങ്ങി. നല്ല ഡിസ്റ്റൻസും ഉണ്ട്, ഏകദേശം 10 മിനിറ്റ്സോളം ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ നല്ല ഹൈറ്റിലാണ്. താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് സ്കേറിയാണ്, ബട്ട് വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ വ്യൂ ആണ്. സൈഡിലോട്ടും താഴോട്ടും എവിടോട്ട് നോക്കിയാലും നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. നിങ്ങളിവിടെ വരുവാണെങ്കിൽ കേബിൾ കാർ കയറാതെ പോകുകയോ ചെയ്യല്ലേ ഗൈസ്. അടുത്തത് നമ്മൾ ആൽഫൈൻ കോസ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്. അത് ഞങ്ങൾ എല്ലാവരും പോകുന്നതൊക്കെ നോക്കി നിന്നു. എല്ലാവരും പോകുന്നതൊക്കെ കണ്ടിട്ട് ഓക്കെ ആണ്, ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫൈൻ, നമുക്ക് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കയറാൻ വേണ്ടി പോയി. ഞാനാണെങ്കിൽ ഫോണൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. നമുക്ക് എന്തായാലും പറ്റും, വലിയ സ്പീഡൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഫോണും ഇരിക്കും, ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ച് ഫോണും ഒക്കെ എടുത്ത് വലിയ കാര്യത്തിൽ പോയതാണ്. പോയതിന് ശേഷം സത്യം പറയാമല്ലോ ഗൈസ്, എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. ചെറിയ ഒരു ഭാഗത്ത് മാത്രമാണ് അവർ തന്നെ ഓട്ടോമാറ്റിക് അവിടെ സ്ലോ ആക്കുന്നുണ്ട്. ആ ഏരിയ മാത്രമാണ് നമുക്കൊന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയത് ആക്ച്വലി. മറ്റേ ടൈമിലൊന്നും ഫോണേ തൊടാൻ പറ്റിയില്ല. നമ്മൾ സ്പീഡ് കുറച്ചാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ദൂരമുണ്ട്, കുറച്ച് നല്ല ദൂരമുണ്ട്. പുറകിൽ ആൾ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതും നോക്കണം. നമ്മൾ കുറച്ച് സ്പീഡിൽ പോയേ പറ്റും. നിറച്ച് ആൾക്കാർ പുറകിൽ ഒരുപാട് പേര്. ആൾ കുറവായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ആളും കൂടെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാൽ പറ്റും. കുറച്ച് സ്കേറിയായിരുന്നു, പക്ഷേ മസ്റ്റാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊന്നു തന്നെയാണ്. നല്ല വ്യൂ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാനും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അങ്ങനെ ഒരു അടിപൊളി റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അവിടെ നിറയെ ഷോപ്പുകളുണ്ട്, ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ. ഒരു ബനാന ഫ്രോസൺ ഒരു ഐറ്റം കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അടുത്ത നമ്മൾ പോകുന്ന ഒരു ഫാൽക്കൺ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു റൈഡും കൂടെ അവിടെ ഉണ്ട്. അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് പോവാണ്. ഞാൻ പക്ഷേ അവിടെ കയറിയില്ല. എനിക്കത് കണ്ടിട്ട് അത്ര സ്കേറി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കയറാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരാൾ കയറി, അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഷോർട്സ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ കേട്ടോ.
വന്ന്. ഞങ്ങൾ പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നു. നല്ലൊരു ഹൈറ്റുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കോട്ടൂരൊക്കെ നല്ല സൂപ്പറായിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ കേബിൾ കാർ, അങ്ങോട്ട് വന്ന് കേബിൾ കാറാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ കാറിനാണ്. നമ്മുടെ ഡ്രൈവറും കാറും വന്ന് നമ്മൾ മുകളിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്നു പോയി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നേ. എന്നാലും നടക്കുന്നതും നമുക്കത്ര ദൂരമൊന്നും തോന്നിയില്ല. കാരണം വണ്ടി അവർക്ക് അങ്ങോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു. സോ നമ്മൾ ഡ്രൈവർ നിൽക്കുന്നവരെ നമ്മൾ നടന്ന് അവിടം വരെ നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഇന്ന് വണ്ടിയിൽ കയറി. നമ്മൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് മാത്രമായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു എന്താ പറയുക, നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് പോയത്. ആ റെസ്റ്റോറൻറ്റിലെ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നോളൂ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അഡ്വഞ്ചർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത മോണ്ടിനീഗ്രോയുടെ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണേ. കാരണം അടുത്തത് കേരളമാണോ മോണ്ടിനീഗ്രോ ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചു പോകും. അതുപോലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.